റൊമാൻറ്റിക് ആയി കൊടുക്കച്ച. എങ്ങനെയുണ്ട്? ഇനി ഐ ലവ് യു പറയാച്ച. ആഹാ, അതെ, ഞങ്ങള് മാത്രമുള്ളപ്പോ പറഞ്ഞോളാം കേട്ടോ. ഓ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഏ? ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, ഇടയ്ക്ക് വീട്ടിൽ പോലീസ് മുറയൊക്കെ ആവും കേട്ടാ അച്ഛാ. ഉം. അപ്പൊ ഇതുപോലെ സിറ്റിയിലും ചുറ്റി ഐസ്ക്രീമും കുടിക്കാമല്ലോ. അത് ശരി. ആഹാ, ആഹാ, കൊള്ളാലോ. എടി ഭയങ്കരി. ഞാൻ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ആണോ? എന്താ വക്കീലെ, പുതിയ കേസ് വിട്ടല്ലോ ആണോ? കേസ് വിട്ടൊന്നുമല്ല, ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു വഴിയാ. ഇൻഷുറൻസാ? ഇൻഷുറൻസ് ഒന്നും അല്ല ചേട്ടാ, ഇത് റാങ്ക് ഫയലാ. ഓ, ഭാവി ജീവിതം ശോഭനമാക്ക. ഇത് ചേട്ടന് വേണ്ടി വാങ്ങിയതാ. വാലന്റൈൻസ് ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ് ഒന്നുമല്ല, ഇത് നല്ല റാങ്ക് ഫയലാ. ചേട്ടന് ഗുണാവൂന്ന് എഴുതി വാങ്ങിയതാ. ആ. ഇതെന്താ ഇത്ര വെപ്രാളം? വീട്ടിലെത്തിയിട്ട് പഠിച്ചാ പോരെ ചേട്ടാ? അതല്ല. പിന്നെ? അല്ല, കണ്ടില്ലല്ലോ. എന്ത് കണ്ടില്ലാന്ന്? അത് ലെറ്റർ ഒന്നും വെച്ചിട്ടില്ലേ? എന്ത് ലെറ്റർ? അല്ല, ഈ ലവ് ലെറ്റർ. ഈ റാങ്ക് ഫയലിനകത്തോ? ഇല്ലേ? ഒന്ന് പോയേട്ടാ, ഇവിടെ കേസ് ഫയൽ നോട്ട് ചെയ്യാൻ പോലും നേരമില്ല. അപ്പഴാ പണ്ടൊക്കെ ലവേഴ്സ് പുസ്തകത്തിനകത്താ ലവ് ലെറ്റർ വെച്ച് കൊടുക്കുക. അങ്ങനെ. ഞാൻ ആ ടൈപ്പല്ല. എനിക്ക് എന്ത് തോന്നിയാലും അത് ചൂടോടങ്ങ് പറഞ്ഞേക്കാം. വെറുതെ എഴുതി എന്തിനാ അതിന്റെ ചൂടും കളയുന്നത്? അതുള്ളതാ. അതാവുമ്പം ചൂടോടെ കിട്ടുമല്ലോ. പറഞ്ഞതിൽ വേറെ ധ്വനിയൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തു തുണി? അത് വക്കീലായതുകൊണ്ട് തോന്നുന്നു. നമ്മള് പാവം മുത്താറുമല കർഷകനല്ലേ, ഉള്ളിലൊന്നുമില്ല. അത് നന്നായി. അതിലെ ഈ വാലന്റൈൻസ് ഡേ വരെയല്ലേ, വെറുതെ ഒന്ന് ആഗ്രഹിച്ചു. ഓ, പൂവും ചോക്ലേറ്റും കിട്ടുമെന്ന് കരുതിയോ? സ്വപ്നങ്ങളുടെ പൂക്കൾ വിരിപ്പിക്കാനുള്ള ചോദ്യങ്ങളുടെ മൊട്ടുകളാ ഇതിൽ നിറയെ. എന്റെ അമ്മ, വക്കീല് കവിത എഴുതുന്ന കോളുണ്ടല്ലോ. ഇന്ന് തരുന്ന പൂവ് നാളെ വാടിപ്പോയില്ലേ? ചോക്ലേറ്റും അലിഞ്ഞു പോവും. ഇതങ്ങനെയല്ല, ഇതിന്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. എന്തായാലും ഇതിന്റെ ഉള്ളിലുള്ളത് എന്റെ ഉള്ളിലാക്കണം. എല്ലാം ഉള്ളിലുള്ള ആൾക്ക് വേണ്ടിയാ. ആരാ അത്? വക്കീല് തന്നെ, അല്ലാതാരാ? അത് കൊള്ളാം, ഉള്ളിലുള്ള ആള്. ആ. പിന്നെ ആ. നമ്മുടെ വീണ സന്തോഷ് കേസിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓ. ഞാൻ വീണയോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആള് മെന്റലി സ്റ്റേബിൾ ആയതിനു ശേഷം ബാക്കി മുന്നോട്ട് പോകാമെന്ന വീണയുടെ സ്റ്റാൻഡ്. സാധാരണ ചെറിയ മെന്റൽ ഇഷ്യൂസ് പോലും ഡിവോഴ്സിനുള്ള കാരണമായിട്ട് ഇപ്പൊ കക്ഷികൾ പ്രൊജക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോ അങ്ങനെ നോക്കുമ്പോ ഇതൊരു ഗ്രേറ്റ് ഡിസിഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. വക്കീലെന്ന് പറഞ്ഞ ശേഷം ഞാൻ വീണോടൊന്നും പറയാറില്ല. അവളുടെ താല്പര്യം പോലെ നടക്കട്ടെ, അവളുടെ ജീവിതമാണല്ലോ. അതെ, അത് അങ്ങനെ കാണുന്നത് തന്നെയാ നല്ലത്. നമ്മളായിട്ടൊന്നും തന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. അതെ, വാ നമുക്കൊരു ചായ കുടിക്കാം. ഹലോ വീണ, ടീച്ചർ എന്ത് പറഞ്ഞു? പ്രതീക്ഷിച്ച പതിവ് ചീത്തകൾ തന്നെയാ ഞാൻ പിടിച്ചു തന്നു. ഇന്ന് അത് കാരണം മുറിക്കകത്തായി. അയ്യോ, ഇതിപ്പോ എനിക്ക് തന്നെയാ തടവ് ശിക്ഷയും. ഡോക്ടർ അത്രയ്ക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേക്കല്ലേ ജോണേട്ടാ, അതുകൊണ്ടാവും. ഓഹോ, ഇന്നലെ എന്റെ കൂടെ ചുറ്റുന്ന നേരത്ത് ഈ ന്യായം കണ്ടില്ലല്ലോ. കൊള്ളാം കേട്ടോ. സോറി ജോണേട്ടാ. ഇന്നലെ പറഞ്ഞ പോലെ പണ്ട് നേരത്തെ ഛർദ്ദിച്ചാലും സോറി ആണോ? ഒന്ന് പോയേ ജോണേട്ടാ, വെറുതെ കളിയാക്കാതെ. പിന്നെ ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ ജോണേട്ടൻ പറഞ്ഞ കഥകൾ കണ്ടു. ആണോ? ആ, അതൊക്കെ ഓർത്ത് കിടന്നോണ്ടാവും. എസ്റ്റേറ്റിൽ മരുന്നടിക്കാൻ വന്ന ഹെലികോപ്റ്ററിലാണ് ഞാനും ജോണേട്ടനും കൂടി പോയതും. അതിശയത്തോടെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനെ നമ്മൾ കണ്ടതും തിരികെ വരുമ്പോ ജോണേട്ടൻ പറഞ്ഞ ആ കറുത്ത നായ നമ്മളെ ഓടിച്ചതും ഓടിയെത്താതെ ഞാൻ കുഴഞ്ഞു വീണപ്പോ ജോണേട്ടൻ എന്നെ എടുത്ത് ഓടിയതും വഴിയില് രണ്ടാളും കൂടി വീണതും എന്റെ മുട്ട് പൊട്ടിയതും ആ മുറിവില് ജോണേട്ടൻ ഇളം പേരേലത്തിന്റെ ചാറിറ്റിച്ചതും ഞാൻ പനിച്ചു കിടന്നതും ജോണേട്ടൻ കപ്പേളയില് എന്റെ പനി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോ ഈ കേസിന് അമ്മേനെ തല്ലിയൊന്നും സ്വന്തത്തിൽ കണ്ടില്ല? ജോണേട്ടൻ പറഞ്ഞ ആ മറ്റേ ടൂർ ഞാൻ സ്വപ്നം കണ്ടു. ഏത്? എന്റെ മേത്ത് ഛർദ്ദിച്ച ടൂറോ? എന്തുവാ ജോണേട്ടാ? വെറുതെ ഓർമ്മിപ്പിക്കലേ എന്റെ പൊന്നോ. ജോണേട്ടൻ പറഞ്ഞതൊക്കെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. നന്നായി. പണ്ട് വീണയ്ക്ക് ആനച്ചാമ്പയുടെ പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. സംഗതി ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പഴയ മറ്റേ ഷേവിംഗ് ബ്രഷ് പോലെ ഇരിക്കുന്ന പൂവല്ലേ, നല്ല പുളിയൊക്കെ ഉള്ള. അത് തന്നെ. ഇത് പണ്ട് ഗോപിക്കുറുപ്പിന്റെ പറമ്പിലുണ്ടായിരുന്നു. വീണയ്ക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ മതിലും ചാടി ചാമ്പയിൽ അള്ളി പിടിച്ച് കയറി. പൂവും കൊണ്ട് താഴേക്കിറങ്ങി വരുമ്പോഴേ താഴെ കനമുള്ള ചുരലും പിടിച്ച് ഗോപിക്കുറുപ്പ് നിപ്പുണ്ട്. അയ്യോ, എന്നിട്ട് തല്ലി കിട്ടിയോ? അപ്പോ അതും വീണ മറന്നു അല്ലേ? സോറി ജോണേട്ടാ, ഞാനന്ന് തീരെ കുഞ്ഞല്ലേ, ചെറിയ ഓർമ്മയുണ്ട്. അതിരിക്കട്ടെ, എന്നിട്ട് എന്ത് വെച്ചി? ഒരു തല്ലി കിട്ടി. പിന്നെ ഞാൻ ഓടി തള്ളിയില്ലേ. പക്ഷേ കിട്ടിയ തല്ലുണ്ടല്ലോ, അത് നല്ല ഏറ്റതായിരുന്നു. അത് തുടയിൽ തിണർത്തി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു ദിവസം ഇരിക്കാനും പാടായിരുന്നു. ഞാൻ പണ്ട് ജോണേട്ടന് സ്ഥിരം പഴി വാങ്ങി തരലായിരുന്നല്ലേ അപ്പൊ? ശരിക്കും നന്നായിട്ട്. എന്നിട്ട് ഇതൊന്നും ഒട്ടും വീണയ്ക്ക് ഓർമ്മയില്ലല്ലേ? എന്റെ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ ജോണേട്ടൻ ഈ പറയുന്നതൊക്കെ. അപ്പൊ ഞാൻ എങ്ങനെ ഓർത്തിരിക്കാനും? ശരി, സമ്മതിച്ചു. അന്ന് എനിക്ക് അടി കിട്ടിയെങ്കിലേ എന്റെ നിക്കറിന്റെ പോക്കറ്റില് വീണയ്ക്കുള്ള ആനച്ചാമ്പ പൂവ് ഞാൻ കരുതിയിരുന്നു. നമ്മുടെ വീര അത് കലക്കി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ പരിപാടിക്ക് ജോണേട്ടൻ ടീച്ചർ വരുമോ? ഞാന് ഇക്കാര്യം അമ്മയോട് സംസാരിച്ചു. സരസ്വതി ടീച്ചറുടെ കുടുംബത്തിലെ പലർക്കിടയിലും വന്നു പോയ അകലം കുറയ്ക്കാനാ ഈ പരിപാടി ഗുണപ്പെടുക എന്ന് അമ്മ പറഞ്ഞത്. അത് ഫാമിലി മാത്രമായിട്ട് കൂടുന്നതാ നല്ലതെന്ന് അമ്മ പറഞ്ഞത്. ടീച്ചറും ജോണേട്ടനും നമ്മുടെ കുടുംബം തന്നെയല്ലേ? പക്ഷെ എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. പിന്നെ ഞാനിപ്പോ റെസ്റ്റിലും അല്ലേ. റെസ്റ്റിന്റെ കാര്യമൊന്നും പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. പിന്നെ എന്റെ ക്ലാസ് ഗിഫ്റ്റ് ടീച്ചർ കൊടുത്തായിരുന്നോ? ഇല്ല, അത് പരിപാടിക്കിടയിൽ കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് പറയണേ.
ഞാൻ ടീച്ചർ വിളിച്ച് ആശംസ അറിയിച്ചോളാം. പറയാം ജോൺ. ഓക്കെ, എന്നാ കാര്യങ്ങൾ നടക്കട്ടെ വീണ. ശരി ജോണേട്ടാ. ശരി. അപ്പോ പഠിത്തം നന്നായി നടക്കട്ടെ. അത് ഊണൂർക്കല്ലാതെ നടക്കുന്നുണ്ട്. ഒരു ജീവൻ പറഞ്ഞ പോരാട്ടല്ലേ വക്കീലെ. നന്നായിട്ട് പഠിച്ചാ മതി. ഊണും ഉറക്കമൊന്നും കളഞ്ഞ് ആരോഗ്യം മോശമാക്കണ്ട. വക്കീലെ ആ. ഒന്ന് കണ്ണടച്ചേ. എന്താ ഒന്ന് കണ്ണടച്ചേ. ഒന്ന് കണ്ണടയ്ക്ക വക്കീലെ. ഇനി കണ്ണു പറഞ്ഞേ. വാങ്ങിക്കേ. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ച്. താങ്ക് യു. എനിക്ക് വക്കീലിനെ പോലെ സമ്മാനം വാങ്ങിത്തരാനോ കവിത പറയും പോലെ സംസാരിക്കാനോ എനിക്കറിയില്ല. ഒന്നറിയാം, വക്കീലിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. വക്കീല് പറയും പോലെ ഈ പൂവ് നാളെ ആകുമ്പോൾ പാടിപ്പോവും, ചോക്ലേറ്റ് അലിഞ്ഞും തീരും. ഇതല്ലാതെ ഒന്നും എന്റെ തലയിൽ വന്നില്ല. ഈ മുഖത്ത് നിന്ന് ഒരിക്കലും വാടാത്ത സ്നേഹം ചിരിയായി നിറയുന്നുണ്ട്. എനിക്ക് അത് തന്നെ ധാരാളം ചേട്ടാ. പിന്നെ വാടിയ പൂവ് ബുക്കിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്. ചോക്ലേറ്റ് കഴിച്ചാലും ഈ കവർ സൂക്ഷിക്കാലോ, പോരെ? അത് മതി, ധാരാളം. അപ്പോ ശരി ചേട്ടാ, വിളിക്കാം. അപ്പച്ച, ഹലോ അപ്പച്ച. എവിടാടാ റിജി നീ ഇപ്പോ? ഞാനീ പഠിക്കാനുള്ള റാങ്ക് ഫയൽ വാങ്ങാൻ ഇറങ്ങിയതാ. ആ അല്ല, എന്നിട്ട് മക്കൾക്ക് കിട്ടിയായിരുന്നു? കിട്ടിയോ പച്ച? മക്കൾക്ക് പുസ്തകം ആരെങ്കിലും കൊണ്ടുതന്നതാണോ? അതെന്താ പച്ച? അല്ല, നമ്മുടെ അഡ്വക്കേറ്റിന് ഈ പുസ്തകത്തിന്റെ കച്ചവടം ഉണ്ടോ റിജി? ഇവിടെ 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 അപ്പച്ചനെ ഇവിടെ നിന്നാണ് വിളിച്ചത്. എന്നെ ചോദിച്ചേ? അല്ല, അപ്പച്ചനെ ഇവിടെ നിന്നാണ് വിളിച്ചത്. എന്താ ഇവിടെ നിന്ന്? വിളിക്കാം. അല്ലടാ പോയി ആ വക്കീല് വെച്ചൊരു പുസ്തക കച്ചവടം ഉണ്ട്. അതെനിക്ക് പഠിക്കാൻ. പുസ്തകം വാങ്ങിച്ചു തരുമ്പോ അതിന്റെ കാശ് കൊടുക്കണ്ടായോ? പൂവും ചോക്ലേറ്റും കൊടുത്താ മതിയോ? അപ്പച്ച, വക്കീൽ എനിക്ക് ഇഷ്ടമാണ്. അതാണ് ജോലിക്കായുള്ള പഠിത്തത്തിന് ഇത്ര ഉത്സാഹം അല്ലെ? എങ്ങനെയാടാ അവരുടെ വീടും കുടുംബക്കാരും ഒക്കെ? വക്കീലിന് അമ്മയില്ല, നേരത്തെ മരിച്ചുപോയി. അച്ഛൻ ആധാരം എടുത്തായിരുന്നു. ഒരു ഓട്ടോ ആക്സിഡന്റിൽ തളർന്ന് കിടപ്പിലായി. പിന്നെയുള്ളത് ഒരു അനിയത്തിയാണ്. വല്ലാതെ ഉൾവലിഞ്ഞ് ഒരു ആത്മവിശ്വാസവും ജീവിതത്തിലില്ലാത്ത ഒരു കുട്ടിയാണ്. വക്കീലില്ലാതെ രണ്ടാക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ വക്കീല് പരമാവധി ഒഴിഞ്ഞു മാറി. ഞാൻ വക്കീലിനോട് നമ്മുടെ കുടുംബത്തിനൊപ്പം കൂടാമെന്ന് പറഞ്ഞു. മുത്താർ മറിയിലെ കാറ്റടിച്ചാൽ മാറാത്ത താർച്ചുണ്ട് അപ്പച്ച. ആ ഉൾവലിഞ്ഞ അനിയത്തിക്ക് ജീവിച്ച് കൂട്ടാവില്ലേ? അപ്പോ നീ ഇതൊക്കെ അങ്ങ് സ്വയം നിശ്ചയിച്ചു അല്ലേ? എനിക്കൊന്നും ഒരു റോളുമില്ല. അല്ല, അപ്പച്ചനല്ലേ കാരണവര്. ഇതൊക്കെ അപ്പച്ചൻ സമ്മതിക്കുന്ന എനിക്കറിയാം. അതെന്താടാ അങ്ങനെ ഒരു ഉറപ്പ്? അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടല്ലേ അപ്പച്ചൻ അമ്മച്ചും കെട്ടിയത്. അപ്പൊ നിനക്ക് വിവരമുണ്ട്. കുറഞ്ഞത് അച്ഛന്റെ വിവരെങ്കിലും കാണൂലേ? എടാ, നീ ജീവിതത്തിന്റെ പ്രായോഗികതയൊന്നും നോക്കാതെ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടം, എന്നിട്ട് പ്രായോഗികമായിട്ട് ഒരു ജോലിയൊക്കെ ഒപ്പിക്കാൻ ഉറക്കൊഴിയുന്നു. നല്ലതാടാ മക്കളെ, അപ്പച്ചൻ അഭിമാനിയോ? അതെ, ഇപ്പൊ ഇതാരോടും പറയണ്ട സമയം. ശരി അപ്പച്ച. ശരി. എടാ, നമുക്ക് മാധവത്തിലോട്ട് പോണ്ടേ? കാര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. മോഹന, ഇവിടെ വല്ല പാമ്പും കാണുമോ? അത് തന്നെ കടിച്ച് ആത്മഹത്യയാണെന്നും തോന്നില്ല. അതൊക്കെ ഉള്ളില് വിഷം മാത്രം പോരണോ, കുറച്ച് ധൈര്യവും കൂടി വേണം. ഇനി കാര്യം പറയാം. പിന്നെ നല്ല എക്സ്പെർട്ട് ആയ ലോറി ഡ്രൈവറെ തന്നെ വേണം. നോക്കല്ല, കൊണ്ടുവരണം. റിസ്ക് പണിയാണെന്ന് പറഞ്ഞു വേണം കൊണ്ടുവരാൻ. പിന്നെ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ബാക്കിയൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം. താഞ്ചല് ശരി, പെട്ടെന്ന് ആളായിട്ട് വരണം. അവരോട് വായി നോക്കി നിൽക്കരുത്. ഇങ്ങനെ ഒരു നിർഗുണൻ കേൾപ്പിക്കുന്ന എന്നെ വേണം പറഞ്ഞു. എന്റെ അവസാനം അടുത്തടി സരസ്വതി. പത്മനാഭൻ പറഞ്ഞു ശരിയാ. ആ വഴി കൂടെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ള കാര്യങ്ങൾ ചെയ്യും സാർ. മറ്റേ ശങ്കരന. ഹലോ, വിഷ്ണുവാണ്. ഹലോ സാറേ, ശങ്കരനാ സാറേ. ഞാൻ മോഹനെ കണ്ടു സാറേ. ഈ കാഴ്ച കാണാൻ തന്നെ എന്തൊരു സന്തോഷമല്ലേ. ഞാൻ അവരോട് പറയായിരുന്നേ, ഇപ്പോഴാ ഇതൊരു ലോഡ്ജ് അല്ലാതായതെന്ന്. വാസ്തവാ കൊച്ചേ, ഇപ്പോഴാ ഇതൊരു വീടായത്.